ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഏവർക്കും ഹൃദയം നിറഞ്ഞ ചെറിയ പെരുന്നാൾ ആശംസകൾ. ഞെട്ടിക്കുന്ന ഒരു വാർത്ത എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് ഒന്ന് എത്തിക്കുകയാണ്. കേരളത്തിൻ്റെ അമ്മ, ലോകത്തിൻ്റെ അമ്മ, സമാധാനത്തിൻ്റെ അമ്മ, ആത്മീയതയുടെ അമ്മ, അങ്ങനെ പല പേരുകളിൽ വാഴ്ത്തപ്പെടുന്ന സാക്ഷാൽ മാതാ അമൃതാനന്ദമയി അമ്മ. ഈ മാതാ അമൃതാനന്ദമയി അമ്മയുടെ ഒരു പൂർവ്വ ചരിത്രത്തിലേക്കൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരുപാട് നമ്മൾ വിശദീകരിക്കേണ്ടി വരും. ചുരുങ്ങിയ സമയം കൊണ്ടാണ് മാതാ അമൃതാനന്ദമയി എന്ന് പറയുന്ന ഒരു ആൾ ദൈവം ലോകമെമ്പാടും വളർന്നു പന്തലിച്ചത്. എന്നാൽ ഇവരുടെ പിന്നിൽ വലിയ ശക്തികളുണ്ട് എന്നുള്ളത് പച്ചയായിട്ടുള്ള ഒരു സത്യം തന്നെയാണ്. ആത്മീയതയുടെ പേരിൽ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ ചൂഷണം ചെയ്ത് അതിലൂടെ കണക്കിന് രൂപ സമ്പാദിക്കലാണ് ഇവരുടെയൊക്കെ പരിപാടി. മാതാ അമൃതാനന്ദമയി ആശ്രമത്തിലെ ഒരു സഹോദരൻ ഇപ്പോൾ പുറത്തു വന്ന് പറയുന്ന ഈ കാര്യങ്ങൾ കേട്ടാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും. പക്ഷേ ഇവിടുത്തെ രാഷ്ട്രീയക്കാരോ ഇവിടുത്തെ നിയമ സംവിധാനങ്ങളോ ഒന്നും തന്നെ ഇവർക്കെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരെയൊക്കെ നിയന്ത്രിക്കുന്നത് മണിയാണ്, മണി പവർ. ആ മണി ആവശ്യത്തിനും അനാവശ്യത്തിനും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതുപോലുള്ള ആളുകൾ. കുറേ ആളുകളുടെ ചിറിയിലേക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ തേച്ച് കൊടുത്തിട്ട് അവരുടെ പിന്തുണയും കൂടെ ആർജിച്ചെടുത്ത് വലിയൊരു ശക്തിയായി മാറിയിരിക്കുകയാണ് കേരളത്തിലെ അമൃതാനന്ദമയി എന്ന് പറയുന്ന ഈ ഒരു ആൾ ദൈവമായിട്ടുള്ള ഈ ഒരു അമ്മ. അവർ ചെയ്യുന്ന ഒരുപാട് നന്മ പ്രവർത്തികളൊക്കെ നമ്മൾ സാധാരണ കാണാറുണ്ടല്ലേ. നൂറുകണക്കിന് ആൾക്കാർക്ക് വീട് വെച്ച് കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ ചികിത്സകൾ നൽകുന്നുണ്ടെന്നൊക്കെ പറയും. എന്നാൽ മാതാ അമൃതാനന്ദമയി ഹോസ്പിറ്റലിൽ പോകുന്ന ആളുകൾ ഒന്ന് നോക്കുക, അവിടെ ഒരാൾക്ക് ഒരു ശസ്ത്രക്രിയ നടത്തണമെങ്കിൽ എത്ര ലക്ഷം രൂപയാണ് ഇവരെല്ലാം വാങ്ങിക്കുന്നത്. അപ്പം സേവനങ്ങൾ ആർക്കും ചെയ്യുന്നില്ല. വാക്കുകളിൽ മാത്രമേ ഉള്ളൂ ഈ സ്നേഹവും കരുതലും കരുണയൊക്കെ. പ്രവർത്തിയിൽ ഈ പറയപ്പെടുന്നതൊന്നുമില്ല. അമൃതാനന്ദമയ്യെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇതിൻ്റെ പിന്നിൽ കളിക്കുന്ന വമ്പൻ ശക്തികൾ ഇവരാരാണ്, ഇവരെന്തൊക്കെയാണ് ഇതിനകത്ത് നടത്തുന്നത്, ഇവരുടെ പുറത്ത് നടക്കുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് അന്വേഷിക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ ചെതയാനോ ഇവിടുത്തെ നട്ടലുള്ള ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കന്മാരോ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ടോ? ഒരാളും ഇല്ല. അവർക്കെതിരെ ഒന്നും ഒരു നടപടി എടുക്കാനായിട്ടുള്ള ആംബിയറുള്ള നട്ടലുള്ള ആൺകുട്ടികളായിട്ടുള്ള ഒരുത്തനും ഇന്ന് നമ്മുടെ കേരളത്തിലില്ല എന്ന് മനസ്സിലാക്കണം. എന്തായാലും മാതാ അമൃതാനന്ദമയിയുടെ മഠത്തിൽ നിന്നിറങ്ങിയിട്ടുള്ള ഈ സഹോദരൻ ജീവനോടെ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ ഒരു വലിയൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പല സംഭവങ്ങളും ഈ മാതാ അമൃതാനന്ദ മഠവുമായും ഹോസ്പിറ്റലൊക്കെ ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് കേസുകെട്ടുകളൊക്കെ ഇതിനടക്കം തന്നെ വന്നിട്ടുണ്ട്. കൊലപാതകം അടക്കമുള്ള കേസുകെട്ടുകളൊക്കെ നമ്മൾ പല വാർത്തകളിലൂടെയൊക്കെ ഈ സഹോദരൻ പറഞ്ഞ ഈ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ ഈ സമൂഹത്തിൻ്റെ ഇടയിൽ ചർച്ച ചെയ്യപ്പെടേണ്ട അതിഗൗരവമായിട്ടുള്ള ഒരു വിഷയം തന്നെയാണ്. എന്തായാലും നമുക്ക് ആ വീഡിയോയിലേക്ക് ഒന്ന് പോകാം. ഞാൻ 28 വർഷം മാതാ അമൃതാനന്ദമയി മഠത്തിലെ അന്തേവാസിയായിരുന്നു. 2025 ഏപ്രിൽ 1 എൻ്റേതല്ലാത്ത കാരണത്താൽ എനിക്ക് ആശ്രമം വിട്ട് പുറത്തു വരേണ്ടി വന്നു. 2024 മെയ് 30 രാത്രി 12:15 മുതൽ 12:37 വരെ ഞാനും അമ്മയും തമ്മിൽ ഫോണിലൂടെ ചില വാദപ്രതിവാദങ്ങൾ നടത്തിയിരുന്നു. അതിൽ ഒരു കാര്യം ഞാനിവിടെ വിശദീകരിക്കാം. അതായത് ആശ്രമത്തിലെ ബ്രഹ്മചാരിണികളുടെ മാതാപിതാക്കൾ മരിച്ചിട്ട് അവരുടെ അന്ത്യകർമ്മത്തിന് പോകുമ്പോൾ ഒരു 10,000 രൂപയെങ്കിലും കൊടുക്കണം എന്നായിരുന്നു ഞാൻ അമ്മയോട് പറഞ്ഞത്. അത് കാരണമാണ് അമ്മ രാത്രി എന്നെ ഫോൺ വിളിച്ചത്. അപ്പോൾ അമ്മ ഫോൺ വിളിച്ച് പറഞ്ഞ കാര്യം ഇതാണ്: അങ്ങനെ ബ്രഹ്മചാരികൾക്ക് ആശ്രമത്തിൽ നിന്നും പൈസ കൊടുക്കാൻ നിയമമില്ല, ഞാൻ ആരെയും നോട്ടീസ് അടിച്ച് വിളിച്ചിട്ടില്ല, ഇവിടുന്ന് പോവേണ്ടവർക്ക് പോവാം എന്നാണ് അമ്മ എന്നോട് പറഞ്ഞത്. അതിനെക്കുറിച്ച് കുറേ വാദപ്രതിവാദങ്ങൾ നടത്തിയിരുന്നു. പിന്നെ ഒരു വർഷക്കാലത്തോളം ഏകദേശം 9-10 മാസത്തോളം എന്നെ പല രീതിയിലും പീഡിപ്പിച്ചു കൊണ്ടിരുന്നു. ഈ കാര്യങ്ങളെല്ലാം ആശ്രമത്തിലെ അന്തേവാസികൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അങ്ങനെ 2025 മാർച്ച് 29 അമ്മ എന്നെ നേരിട്ട് വിളിച്ചു പറഞ്ഞു, നിന്നെ ഇവിടുന്ന് പറഞ്ഞു വിടുമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു വിടേണ്ട ആവശ്യമില്ല, ഞാൻ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ 2025 ഏപ്രിൽ 1 ആശ്രമം വിട്ട് പുറത്തു വന്നത്. ഞാൻ ആശ്രമം വിട്ട് പുറത്തു വന്നതിൻ്റെ അടുത്ത ദിവസം എൻ്റെ പേരിലുണ്ടായിരുന്ന കാലാവധി തികയാത ഫിക്സഡ് ഡിപ്പോസിറ്റ് ബാങ്കുമായി ഒത്ത് ആശ്രമം എടുത്തു. എൻ്റെ പേരിൽ മാത്രമല്ല, അങ്ങനെ ആശ്രമത്തിലെ 600 അന്തേവാസികളുടെ പേരിൽ 300 കോടി രൂപ 1-2 ബാങ്കിലായിട്ട് ഫിക്സഡ് ഡിപ്പോസിറ്റ് ചെയ്ത് 9,000-ഓളം ഫിക്സഡ് ഡിപ്പോസിറ്റ് റെസീപ്റ്റും 6,000-ഓളം ബാങ്ക് ചെക്കും
ഒപ്പിട്ട് ആശ്രമത്തിൻ്റെ അലമാരയിൽ വെച്ചിട്ടുണ്ട്. അതുപോലെ അന്തേവാസികളുടെ പാൻ കാർഡും ആധാർ കാർഡും എല്ലാം വാങ്ങി വെച്ചിരിക്കുകയാണ്. ധർമ്മത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. പക്ഷേ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയോ, ഒരു സാധാരണക്കാരന് വേണമെങ്കിൽ ഒരു തെറ്റ് ചെയ്യാം, അവർ അഴിമതി നടത്തിയെന്ന് വരും, ചിലപ്പോൾ ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയെന്ന് വരാം, ഒരു ഉദ്യോഗസ്ഥനും നടത്തിയെന്ന് വരാം. പക്ഷേ ധർമ്മത്തെക്കുറിച്ച് പറയുന്നവർ, ധർമ്മം സ്ഥാപിക്കാനാണ് ഞാൻ വന്നതെന്ന് പറയുന്നവർ ഗവൺമെന്റിനെ വഞ്ചിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഇത് പൊതുജനം ചർച്ചയാകേണ്ടിയിരിക്കുന്നു. കാരണം നമ്മൾ 1 കോടിയുടെയോ മറ്റോ സേവനം ചെയ്യുമ്പോൾ 100 കോടിയാണ് ഗവൺമെന്റിനെ വഞ്ചിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടന എഴുതിയത് ഡോക്ടർ അംബേദ്കറാണ്. അയാൾ സാധാരണ ഒരു വ്യക്തിയാണ്. പക്ഷെ എത്രമാത്രം എല്ലാ പൗരനും തുല്യ നീതി ഉറപ്പാക്കുന്ന ഒരു ഭരണഘടനയാണ് എഴുതിയത്. എന്നാൽ ആ ഭരണഘടനയെ വഞ്ചിക്കാൻ ഒരു മഹാത്മാവ് തയ്യാറായാൽ ആരാണ് ഈ ലോകത്തിന് ഒരു മാതൃക? ആരോടാണ് ജനങ്ങൾ പറയുക? പണം ആധിപത്യം ജനാധിപത്യത്തെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പണത്തിൻ്റെ അധികാരം രാഷ്ട്രീയ അധികാരത്തെയും കാൽച്ചുവട്ടിൽ വരുത്തുന്നു. ഞാൻ എൻ്റെ ഈ പണം ഫിക്സഡ് ഡിപ്പോസിറ്റ് എടുത്തതിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിരുന്നു, SP കൊടുത്തിരുന്നു, മനുഷ്യാവകാശ കമ്മീഷനും കൊടുത്തിരുന്നു. എൻ്റെ മൊഴി കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ രേഖപ്പെടുത്തിയുമിരുന്നു. പക്ഷേ FIR ഒന്നും ഇട്ടിട്ടില്ല. കാരണം സമ്പന്നർക്കെതിരെ എന്തെങ്കിലും പരാതി കൊടുത്താൽ ഇന്നത്തെ കാലത്ത് സാധാരണക്കാരന് നീതി കിട്ടുമോ? അതൊന്നും എനിക്ക് വിഷയമല്ല. പക്ഷേ ഇത് പൊതുസമൂഹത്തിൽ ചർച്ചയാകേണ്ട കാര്യമാണ്. ഇതിൻ്റെ ഉള്ളറകൾ ഒരുപാട് കാര്യങ്ങൾ എനിക്കറിയാം. അതെല്ലാം ലോകം ചർച്ച ചെയ്യേണ്ടി വരും. സത്യം എന്നായാലും പുറത്തു വരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സത്യമേവ ജയതേ എന്നാണ് ഋഷി പറഞ്ഞിട്ടുള്ളത്. സത്യം ജയിച്ചേ പറ്റുള്ളൂ, സത്യമേ ജയിക്കത്തുള്ളൂ. അതുകൊണ്ട് ഈ കാര്യം ഇത് ലോകത്തോട് പറയണം എന്ന് ഞാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യാൻ കാരണം. ഇതിനെക്കുറിച്ച് നിങ്ങൾ എന്ത് കമന്റ് എഴുതിയാലും ഞാനതിന് കൃത്യമായ മറുപടി തരുന്നതായിരിക്കും. മാതാ അമൃതാനന്ദമയി മഠത്തിലെ ഒരു അന്തേവാസിയാണ് ഈ ഞെട്ടിക്കുന്ന ഈ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. ഇനിയും ഒരുപാട് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ നടത്താനായിട്ട്, പക്ഷേ ഇദ്ദേഹം ജീവനോട് ഉണ്ടാകുമോ ഇല്ലേ എന്നുള്ളതൊക്കെ നമുക്കിനി കണ്ടറിയേണ്ടതുണ്ട്. കാരണം അത്രത്തോളം കയ്യെത്തിപ്പിടിക്കാൻ പറ്റാത്തത്ര ഉയരത്തിലാണ് നമ്മുടെ മാതാ അമൃതാനന്ദമയും അതിൻ്റെ പിന്നിൽ കളിക്കുന്ന ആളുകളെല്ലാം. ഇതുപോലെ പറയാൻ മടിക്കുന്ന ഒരുപാട് ആളുകൾ ഇന്നും ഈ പറയുന്ന മാതാ അമൃതാനന്ദമയി മഠത്തിനകത്തുണ്ട്. അവർ ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് അവിടെ കഴിയുന്ന ആൾക്കാരുണ്ട്. അത് സ്ത്രീയും പുരുഷനും ആയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന 2-3 ആൾക്കാരുണ്ട്. അവിടെ പണ്ട് ജോലി ചെയ്തിട്ടുണ്ടായിരുന്ന എൻ്റെ ഒരു സുഹൃത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് നടക്കുന്ന ചില സംഭവങ്ങളെ കുറിച്ചിട്ട്. പക്ഷേ ഇതൊന്നും പുറം ലോകത്തേക്ക് പറയാൻ ഇവിടെ ആരും തയ്യാറാകത്തില്ല എന്നുള്ള. ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങളടക്കം അവർക്കൊക്കെ കോടിക്കണക്കിന് രൂപ പരസ്യത്തിൻ്റെ പേരിൽ ഇവരെല്ലാം വാരിക്കോരി കൊടുക്കുമ്പോൾ ഇവർ കാണിക്കുന്ന തോന്നിയാസവും തെമ്മാടിത്തരത്തിനെതിരെ ഒരക്ഷരം പോലും മിണ്ടാൻ ഇവിടുത്തെ മാധ്യമ പ്രവർത്തകരെന്ന് പറഞ്ഞ് ചമഞ്ഞ് നടക്കുന്ന ഈ വേട്ടാവളിയന്മാരും ഒരു ഉണ്ടയും ഇവിടെ ചെയ്യാറില്ല. സാധാരണക്കാരനായിട്ടുള്ള ഒരാൾക്ക് നീതി ലഭിക്കുക എന്നുള്ളത് അത് വലിയൊരു ടാസ്ക് തന്നെയാണ്. കാരണം പണമുള്ളവന് ഇവിടെ എന്തും കാണിക്കാമെന്നുള്ളൊരു ധിക്കാരവും അഹങ്കാരവും ആയി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിതുപോലുള്ള വാർത്തകൾ കാണാൻ പറ്റുന്നത്. ഏത് മതത്തിൽപ്പെട്ടതാണേലും കൊള്ളാം, ആത്മീയതയുടെ പേരിൽ ഇവിടെ നടത്തുന്ന ചൂഷണങ്ങളുടെ ഓരോ ഞെട്ടിക്കുന്ന കഥകൾ ഓരോന്നോരോന്നായിട്ട് ഈ കാലം അത്രയും പുറത്തു വന്നിട്ട് പോലും ഇതിനെയൊന്നും ഒരു തടയിടാൻ ഇവിടെ ആർക്കും സാധിക്കുന്നില്ല എന്നുള്ള. ഇപ്പൊ നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൂണ് പോലെ മുളച്ചു പൊന്തുന്നത് ഹോസ്പിറ്റലുകളാണ്. സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ കൊല ചെയ്യുന്ന ഇതുപോലുള്ള ഹോസ്പിറ്റലുകളെയൊക്കെ നിയന്ത്രിക്കുന്ന ഒരു നിയമം നമ്മുടെ രാജ്യത്ത് വരേണ്ടത് അത് അനിവാര്യം തന്നെയാണ്. സാധാരണക്കാരനായിട്ടുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയാൽ അവൻ്റെ കിടപ്പാടം വരെ വിറ്റ് തൊലച്ച് ലാസ്റ്റ് അവിടുന്ന് ആ ബോഡി വിട്ടുകൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിനും കൂടെ പൈസ അടയ്ക്കാതെ ആ ബോഡി വിട്ടുകൊടുക്കാത്ത എത്രയോ സംഭവങ്ങൾ നമ്മുടെ കേരളത്തിലെ ഈ പ്രബുദ്ധരാണ് എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്ന ഈ മലയാളികളുടെ ഹോസ്പിറ്റലുകളിൽ എത്ര സംഭവങ്ങൾ അങ്ങനെ നടന്നിട്ടുണ്ട്. എന്തായാലും ഇതിനെതിരെയൊക്കെ ശക്തമായ രീതിയിൽ ഇവിടുത്തെ പൊതുസമൂഹം ജനങ്ങൾ പ്രതികരിക്കണം, പ്രതിഷേധിക്കണം. എന്തായാലും ഈ സഹോദരന് ദീർഘായുസ് കൊടുക്കട്ടെ എന്ന് മാത്രം ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അഭിപ്രായങ്ങൾ അറിയിക്കാൻ അടുത്തൊരു വീഡിയോ കാണാം.